നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അറബിക്കടലിൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് കാലവർഷക്കാറ്റിന്റെ ശക്തി കുറയുന്നു. ഇനിയുള്ള 4 ദിവസങ്ങൾ കൂടി കാലവർഷ മഴ ഇടവേളകളോടെ തുടരും. മഴയുടെ തോത് കുറഞ്ഞെങ്കിലും കെടുതികൾ തുടരുന്നു. പുനയൂർ പഞ്ചായത്തിലെ 7ാം വാർഡ് അവയൂർ എടക്കര വളയംതോടിലെ വീടുകൾ വെള്ളക്കെട്ടിൽ. കുന്നംകുളത്ത് കിഴൂർ കാക്കത്തുരുത്ത് വെള്ളത്തിൽ മുങ്ങി. തിരുവത്ര കുഞ്ചേരിയിൽ വീടുകൾ വെള്ളത്തിൽ. കിഫ്ബിയുടെ ജില്ലയിലെ ആദ്യ പദ്ധതിയായ ആക്യക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് കാനകൾ വൃത്തിയാക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി KRFB അധികൃതർ. കടവല്ലൂർ, കടങ്ങോട്, എരുമപ്പെട്ടി എന്നീ പഞ്ചായത്തുകളാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതലയുള്ള KRFB കത്തുകൾ നൽകിയത്. വാർത്തകൾ വിശദമായി. അറബിക്കടലിൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് കാലവർഷക്കാറ്റിന്റെ ശക്തി കുറയുന്നു. ഇനിയുള്ള 4 ദിവസങ്ങൾ കൂടി കാലവർഷ മഴ ഇടവേളകളോടെ തുടരും. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും മഴയുടെ തീവ്രത കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. വടക്കൻ ജില്ലകളിൽ പൊതുവെയും കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ പ്രത്യേകിച്ചും മഴ സാധ്യത കൂടുതലാകുമെന്നാണ് പ്രവചനം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും വിവിധ നദികളിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ കരുവന്നൂർ, കീച്ചേരി പുഴയിൽ മഞ്ഞ മുന്നറിയിപ്പാണ്. ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു. പുനയൂർ പഞ്ചായത്തിലെ 7ാം വാർഡ് അവയൂർ എടക്കര വളയംതോടിലെ വീടുകൾ വെള്ളക്കെട്ടിൽ. മേഖലയിലെ 60ഓളം കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്നത്. വെള്ളക്കെട്ടിനാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഭക്ഷണം പാകം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. 6ഓളം വീടുകളിൽ കിടപ്പു രോഗികളുമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പഞ്ചായത്ത് മുൻകൈയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കാറുണ്ട്. എന്നാൽ ഈ വർഷം പഞ്ചായത്ത് ഭരണാധികാരികൾ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഇവരുടെ ആരോപണം. പല വീടുകളിലും ഒരടിയോളം വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇവർക്കായി 7ാം വാർഡിൽ സർക്കാർ തലത്തിലോ പഞ്ചായത്തിന്റെ പ്രത്യേക പരിഗണനയിലോ ക്യാമ്പുകൾ തുറക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചില്ലെന്ന് പറയുന്നു. പമ്പ് ഹൗസ് വെള്ളത്തിലായതിനാൽ കുടിവെള്ളം പോലും ഈ ഭാഗങ്ങളിലുള്ളവർക്ക് കിട്ടാനില്ല. എത്രയും പെട്ടെന്ന് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സന്ദർശനം നടത്തിയ ഉമ്മർ മുക്കണ്ടത്ത്, RP ബഷീർ, ഷൺമുഖൻ മാങ്ങാടി, മുനാഷ് മച്ചിങ്ങൽ, PT റാഫി, VS ചന്ദ്രൻ എന്നിവർ ആവശ്യപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് കിഴൂർ കാക്കത്തുരുത്ത് വെള്ളത്തിൽ മുങ്ങി. 30ഓളം കുടുംബങ്ങളാണ് കുന്നംകുളം നഗരസഭയുടെ 2ാം വാർഡിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. പ്രദേശത്തേക്കുള്ള ഏക റോഡ് ചൊവ്വാഴ്ച വൈകിട്ടോടെ വെള്ളം നിറഞ്ഞു. വാഹനങ്ങൾക്ക് പോകാനാവാത്ത അവസ്ഥയാണ്. ഇവിടെ താമസിക്കുന്ന 30ഓളം കുടുംബങ്ങളിൽ പലരും വെള്ളപ്പൊക്ക ഭീഷണി കാരണം ബന്ധുവീടുകളിലേക്ക് താമസം മാറി. മാറാൻ സാധിക്കാത്ത പലരും വെള്ളം കയറിയ വീടുകളിൽ തന്നെ കഴിയുകയാണ്. 2018 വലിയ വെള്ളപ്പൊക്കത്തിലാണ് കാക്കത്തുരുത്ത് ആദ്യമായി മുങ്ങിയത്. തുടർന്നിങ്ങോട്ട് എല്ലാ വർഷവും കനത്ത മഴയിൽ ഇവിടെ വെള്ളം കയറാറുണ്ട്. പാടത്തിനോട് ചേർന്ന് നിൽക്കുന്ന വീടുകളിലാണ് ആദ്യം വെള്ളം കയറിയത്. കിഴൂർ വെട്ടിക്കടവ് പാടശേഖരത്തിനോട് ചേർന്നാണ് കാക്കത്തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ ഇവിടുത്തെ മുഴുവൻ വീടുകളിലേക്കും വെള്ളം കയറും. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വെള്ളം കയറി ഒറ്റപ്പെട്ട കുന്നംകുളം നഗരസഭ 2ാം വാർഡിലെ കാക്കത്തുരുത്ത് പ്രദേശം നഗരസഭാ അധികൃതർ സന്ദർശിച്ചു. പ്രദേശത്തെ 30ഓളം കുടുംബങ്ങളാണ് മഴക്കെടുതി മൂലം വലഞ്ഞിട്ടുള്ളത്. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വീട്ടുകാരുടെ നിലവിലെ സ്ഥിതിഗതികൾ ചോദിച്ചറിഞ്ഞു. പാടത്തിന് നടുവിലൂടെയുള്ള റോഡാണ് കാക്കത്തുരുത്ത് നിവാസികളുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രധാന ഭാഗം. ഇത് കനത്ത വെള്ളക്കെട്ടിൽ മൂടിക്കിടക്കുകയാണ്. അതിനാൽ തന്നെ പ്രദേശവാസികൾ തീർത്തും ഒറ്റപ്പെട്ടു. കുറച്ചുപേർ മാറി താമസത്തിന് തയ്യാറായിട്ടുണ്ട്. ഇവിടെ താമസിക്കുന്നവർക്ക് നഗരത്തിലെത്തുന്നതിനും മറ്റും ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ വെള്ളം ഉൾപ്പെടെയുള്ള ഗതാഗത മാർഗങ്ങളുടെ സാധ്യത പരിശോധിച്ചതായും ഈ സാധ്യത താലൂക്ക് വില്ലേജ് അധികൃതരുമായി സംസാരിച്ചിട്ടുള്ളതായും സീതാ രവീന്ദ്രൻ അറിയിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, വാർഡ് കൌൺസിലർ രേഷ്മ സുനിൽ, ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും ചെയർപേഴ്സണൊപ്പം ഉണ്ടായിരുന്നു.
കിഫ്ബിയുടെ ജില്ലയിലെ ആദ്യ പദ്ധതിയായ അക്കിക്കാവ് കടങ്ങോട് ഇരുമ്പപ്പെട്ടി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് കാനകൾ വൃത്തിയാക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി KRFB അധികൃതർ. കടവല്ലൂർ, കടങ്ങോട്, എരുമപ്പെട്ടി എന്നീ പഞ്ചായത്തുകൾക്കാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതലയുള്ള KRFB കത്ത് നൽകിയത്. കാനകൾ നിറഞ്ഞ് വെള്ളം റോഡരികിലെ വീടുകളിലേക്ക് പ്രവഹിച്ചതോടെ വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അധികൃതർ പരിശോധന നടത്തിയിരുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതും റോഡരികിലെ അനധികൃത നിർമ്മാണങ്ങളുമാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമായത്. റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള അപകട സൂചനാ ബോർഡുകൾ പാഴ്ചെടികൾ വളർന്നു കാഴ്ച മറയുന്ന വിധത്തിലായിട്ടുണ്ട്. ഇവ വെട്ടി നീക്കണമെന്നും റോഡരികിലെ ബോർഡുകളും ആവശ്യമില്ലാത്ത സ്ലാബുകളും റോഡിലേക്ക് തള്ളി നിൽക്കുന്ന അനധികൃത നിർമ്മാണങ്ങളും നീക്കം ചെയ്യണമെന്നും കത്തിൽ നിർദ്ദേശമുണ്ട്. എന്നാൽ ആവശ്യത്തിന് കാന നിർമ്മിക്കാതെ റോഡ് നിർമ്മിച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 14 കോടി രൂപ ചെലവിട്ട് അത്യാധുനിക രീതിയിൽ 2022 റോഡ് പൂർത്തീകരിച്ചത്. ചാവക്കാട് മുനിസിപ്പാലിറ്റി 4-ാം വാർഡ് തിരുവത്ര കുഞ്ചേരിയിൽ വീടുകൾ വെള്ളത്തിൽ. താഴ്ന്ന പ്രദേശത്ത് നിൽക്കുന്ന 5 വീടുകളാണ് കനോലി കനാൽ നിറഞ്ഞു കവിഞ്ഞതിനെ തുടർന്ന് വെള്ളം കയറിയത്. വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങളിൽ BJP നേതാക്കൾ സന്ദർശനം നടത്തി. ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, സെക്രട്ടറി സുഗന്ധവേണി, വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് പ്രമോദ് ശങ്കരൻ, വെസ്റ്റ് ഏരിയ കമ്മിറ്റി മെമ്പർ സീമന്തിനി പ്രകാശൻ എന്നിവർ സന്ദർശനത്തിലുണ്ടായിരുന്നു. ഇവിടെ വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതമാണിത്. വർഷങ്ങളായിട്ട് ഇവിടെ ചാവക്കാട് മുനിസിപ്പാലിറ്റി ഇടതുപക്ഷമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വാർഡ് 4-ാം വാർഡും ഇടതുപക്ഷം തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു പരിഹാരം ഇതുവരെ ആരും കണ്ട് എത്തുന്നില്ല. ഇതിൻ്റെ ദുരിതം ഞങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഭരണകർത്താക്കൾ വെള്ളം എങ്ങനെ ഒഴുകി പോകണം എന്നുള്ളതൊന്നും ചിന്തിക്കാതെ അടച്ചു കെട്ടിയിട്ടും മറ്റുള്ള രൂപത്തിൽ കൂടെ ഓരോരുത്തരുടെ സൗകര്യം പോലെ അടച്ചു കെട്ടിയിട്ട് ഇപ്പോൾ വെള്ളത്തിന് പോകാനുള്ള മാർഗ്ഗമില്ല. വിഷമങ്ങൾ ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ഇതിന് വേണ്ട ഈ വെള്ളം ഇവിടെ നിന്ന് ഒഴുകി. ഗാസയിലെ മനുഷ്യക്കുരുതി അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് നടത്തി. മുല്ലത്തറയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ 100 ആളുകൾ പങ്കെടുത്തു. തുടർന്ന് നഗരസഭാ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഐക്യദാർഢ്യ സദസ്സ് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം VS സുനിൽകുമാർ, LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, NCP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ, കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് CT ജോഫി, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M ബാലാജി, TV ഹരിദാസൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളുടെ ദാസന്മാരായി മാറിയെന്ന് CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം കേച്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീട് അല്ലെങ്കിൽ പണിത വീടും ആ സ്ഥലവും ഇറങ്ങിയില്ലേ? അല്ല, പാവങ്ങൾ കൂട്ടിട്ട് കൂടാണ്ടാണ് ഉണ്ടായിരുന്ന പണി പോയത് കൊണ്ടാണ്. പണിയുള്ള സമയത്ത് അളവ് തിരിച്ചറിവുണ്ടായിരുന്നു. ഇപ്പൊ പണിയില്ലാത്തതാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഇളവും നമുക്ക് ഇല്ല. കടാശ്വാസ പദ്ധതികളെന്ന് പ്രഖ്യാപിക്കുന്നവർ പോലും ഇത് തരുന്നില്ല. കോർപ്പറേറ്റ് ഭീമന്മാരുടെ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളിയ കേന്ദ്ര സർക്കാർ സാധാരണക്കാരന്റെ 1 രൂപ പോലും എഴുതിത്തള്ളാൻ തയ്യാറാകുന്നില്ല. കിടപ്പാടവും തൊഴിലും ഉൾപ്പെടെ സർവ്വവും നഷ്ടപ്പെട്ട വലിയ ദുരന്തം നേരിട്ട വയനാട്ടിലെ ജനങ്ങളുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ എതിർപ്പ് പ്രകടമാക്കിയ കേന്ദ്രം അംബാനിയുടെയും അദാനിയുടെയും ഉൾപ്പെടെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ ദശലക്ഷക്കണക്കിന് രൂപയുടെ വായ്പയാണ് എഴുതിത്തള്ളിയത്. തൊഴിലാളി ദ്രോഹ നടപടികളാണ് മോദി സർക്കാരിന്റെ മുഖമുദ്ര. ആശാവർക്കർമാരോടും അങ്കണവാടി ജീവനക്കാരോടുമുള്ള അവഗണന കേന്ദ്രം തുടരുകയാണെന്നും UP ജോസഫ് കൂട്ടിച്ചേർത്തു. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ KK മണി നഗറിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് സുലജ പത്മനാഭൻ പതാക ഉയർത്തി. KK പ്രിയ രക്തസാക്ഷി പ്രമേയവും TA ആലീസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സുലജ പത്മനാഭൻ അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി MS പ്രേമലത പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KB നബീറ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK പ്രസന്നകുമാരി, KF ഡേവിസ്, RV ഇക്ബാൽ, KV ഷീബ, CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, CITU ഏരിയ ട്രഷറർ PG ജയപ്രകാശ്, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് CD വാസുദേവൻ, CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് എന്നിവർ സംസാരിച്ചു.
എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠാ തിരുനാളിന്റെ കൊടിയേറ്റം വികാരി ഫാദർ ജോഷിയാളൂർ നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ, ഫാദർ ഷോജോ മഞ്ഞാടിക്കൽ, ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി. കൈക്കാരന്മാരായ ടി.എസ്. ജെയ്സൺ, ടി.ഒ. ഷൈജു, എം.കെ. ജോൺസൺ, എം.വി. ഷാൻഡോ, തിരുനാൾ ജനറൽ കൺവീനർ കെ.സി. ഡേവിസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജൂൺ 26, 27 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ബുധനാഴ്ച മുതൽ നവനാൾ തിരുകർമ്മങ്ങൾക്ക് തുടക്കമായി. തിരുനാളിനോടനുബന്ധിച്ച് ഹിന്ദി, സുറിയാനി, മലങ്കര, ലത്തീൻ ക്രമങ്ങളിൽ വിശുദ്ധ കുർബാനകൾ നടക്കും. ജൂൺ 26 വ്യാഴാഴ്ച വൈകിട്ട് 6 നടക്കുന്ന രൂപമെഴുന്നള്ളിപ്പിന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര കാർമ്മികത്വം വഹിക്കും. 27 തീയതി വെള്ളിയാഴ്ച രാവിലെ 10 നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോൺ പുത്തൂർ കാർമ്മികത്വം വഹിക്കും. ഫാദർ പോൾ മുട്ടത്ത് തിരുനാൾ സന്ദേശം നൽകും. അന്നേ ദിവസം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നേർച്ചാവൂട്ടും ഉണ്ടാകും. കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സജ്ജമാക്കിയ ഈ ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം നടന്നു. പാവർട്ടി റോഡിൽ മറ്റം ഗേൾസ് ഹൈസ്കൂളിന് സമീപത്ത് സജ്ജമാക്കിയ ടോയ്ലറ്റുകളുടെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് N.S. ധനൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ നിവ്യ റനീഷ്, N.A. ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് P.B. നിവാസ്, P.K. അസീസ്, T.O. ജോയ്, ശരത് രാമനുണ്ണി, സബീന റിറ്റോ, രമ ബാബു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി C.O. ആൻഡോ, ഹെൽത്ത് ഇൻസ്പെക്ടർ N.M. ജോസഫ് എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ആശാപ്രവർത്തകർ, അംഗൻവാടി ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ചുമട്ടുതൊഴിലാളികൾ, വ്യാപാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 2024-25 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 6,65,000 രൂപ ചെലവഴിച്ചാണ് 2 ഈ ടോയ്ലറ്റുകൾ സജ്ജമാക്കിയത്. ബാലവേല വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്കിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കുന്നംകുളം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ V.K. റഫീഖ് മുഖ്യ ഏകോപനവും സംഘടനവും വഹിച്ച ഒരാഴ്ച നീണ്ടുനിന്ന കർമ്മപരിപാടികളുടെ ഭാഗമായി അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വർക്ക് സൈറ്റുകൾ, താമസിക്കുന്ന ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ പരിശോധനകൾ നടത്തുകയും ബാലവേല നിരോധന നിയമത്തെ സംബന്ധിച്ച് അതിഥി തൊഴിലാളികൾക്ക് ഹിന്ദിയിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ബാലവേല നിരോധന നിയമത്തെ സംബന്ധിച്ച് വടക്കാഞ്ചേരി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ U.V. സുമിത് ബോധവൽക്കരണം നയിച്ചു. വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. V.K. റഫീഖ് അധ്യക്ഷനായി. പഴഞ്ഞി MD കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്, കുന്നംകുളം അസിസ്റ്റന്റ് ലേബർ ഓഫീസും സംയുക്തമായി കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രസക്തി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഫ്ലാഷ് മോബും ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. BSW വിദ്യാർത്ഥി ശ്രീലക്ഷ്മി ബാലവേല വിരുദ്ധ ദിന സന്ദേശം നൽകി. ബാലവേല വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന സ്റ്റിക്കറുകളും പോസ്റ്ററുകളും വിദ്യാർത്ഥികളും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് വിവിധ പൊതുസ്ഥലങ്ങളിൽ പതിപ്പിച്ചു. സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ആവിഷ്കരിച്ച ഒരാഴ്ച നീണ്ടുനിന്ന കർമ്മപരിപാടികൾ പൊതുജനങ്ങൾക്ക് നവ്യാനുഭവമായി. കടങ്ങോട് മിൽ സെന്ററിന് സമീപം സ്കൂട്ടറിന് മുന്നിലേക്ക് നായ ചാടിയതിനെ തുടർന്ന് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പാറപ്പുറം ആളൂർ വീട്ടിൽ മധുസൂദനനാണ് പരിക്കേറ്റത്. ഇയാളെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഓണത്തിന് പൂക്കൃഷിയിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടെ വേലൂർ പഞ്ചായത്തിൽ കർഷകർക്കായി ചെണ്ടുമല്ലി തൈ വിതരണം ചെയ്തു. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ അധ്യക്ഷയായി. കൃഷി ഓഫീസർ ഡോക്ടർ ജസ്ന മരിയ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗം വിമല നാരായണൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ A. ബൈജു ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ B. സ്വപ്ന, CDS അംഗങ്ങൾ, ബഡ്സ് വിദ്യാർത്ഥികൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി വിത്ത് പാക്കറ്റ് വിതരണവും നടന്നു. ജനാധിപത്യത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിൽ മാധ്യമപ്രവർത്തനം ഒരു അവിഭാജ്യ ഘടകമാണെന്ന് ജില്ലാ സബ് കളക്ടർ അഖിൽ V. മേനോൻ.
കേരള പത്രപ്രവർത്തക അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ആദരച്ചടങ്ങും ID കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സബ് കളക്ടർ. എല്ലാ മേഖലയിലും സംഭവിക്കുന്ന പോലെ തന്നെ മൂല്യശുദ്ധികളും ആ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാൽ നമ്മുടെ തൃശ്ശൂരിലെ എല്ലാ പത്രപ്രവർത്തകരും അതിന് മീതെ അല്ലെങ്കിൽ അതിന് മേലെ ഉയർന്നു വന്ന് നമ്മുടെ ആദർശവും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനാപരമായ ആ ചുമതലയും നിർവഹിക്കാൻ എല്ലാവരും സജ്ജരാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം എല്ലാവർക്കും. ഭരണഘടനാപരമായുള്ള ജനങ്ങളുടെ അവകാശങ്ങളാണ് എപ്പോഴും പത്രങ്ങൾ നിർവഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂർ അയ്യന്തോൾ കളക്ടറേറ്റിന് സമീപമുള്ള ഹാളിൽ വെച്ചായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ കഴിവു തെളിയിച്ചവരെയും തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത്, ആന്റോലിസ എന്നിവരെയും ആദരിച്ചു. അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും ഉണ്ടായി. KMJA സംസ്ഥാന പ്രസിഡന്റ് മധു കടുംതുരത്തി, KPPA സംസ്ഥാന ജനറൽ സെക്രട്ടറി സലിം മൂഴിക്കൽ, സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട്, സംസ്ഥാന കമ്മിറ്റി അംഗം വറീദ് ചിറ്റിലപ്പിള്ളി, ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് ഗുരുവായൂർ, മേഖലാ ഭാരവാഹികളായ രാധാകൃഷ്ണ കുരുവാൻകുഴി, PP ഫൈസൽ പുന്നയൂർക്കുളം, ജോൺസൺ തൃശൂർ, നവീൻ ഭഗീരഥൻ, ഡിനോ കൈത്താരം, പ്രവീൺ ചേലക്കര എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി രമേശ് ചേമ്പിൽ സ്വാഗതവും ജില്ലാ ട്രഷറർ U പ്രമോദ് നന്ദിയും പറഞ്ഞു. എളവള്ളി പഞ്ചായത്തിൽ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരങ്ങൾ ആഭാസമാണെന്നും അത് ജനങ്ങൾ തള്ളിക്കളയുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. മഴക്കാലത്തിന് മുൻപ് തന്നെ ഗ്രാമപഞ്ചായത്തിലെ കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്, കോഴിത്തോട് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് അനുവദിച്ച് ടെൻഡർ നടപടികൾ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും കാനകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 20,000 രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ വാർഡ് മെമ്പർമാരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. വീടുകളിൽ വെള്ളം കയറുന്നത് മൂലം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. ഈ സത്യാവസ്ഥ നിലനിൽക്കെയാണ് വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആഭാസ സമരം നടത്തുന്നതെന്ന് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഓരോ വാർഡുകളിലും ഉണ്ടാകുന്ന ചെറിയ കാനകളും മറ്റും വൃത്തിയാക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ 16 മെമ്പർമാർക്കും 20,000 രൂപ വെച്ചുകൊണ്ട് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഗഡു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് മറ്റു രണ്ടാമത്തെ ഗഡുവും നമ്മൾ അനുവദിക്കുകയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എളവള്ളി ഗ്രാമപഞ്ചായത്ത് കൃത്യമായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് സൂചിപ്പിച്ചത്. തീർച്ചയായും ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഉണ്ടായ വെള്ളക്കെട്ടിൻ്റെ ഭാഗമായി നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനെയെല്ലാം കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ ആഭാസ സമരങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം എന്നതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ആരംഭിച്ചു. വരവേൽപ്പ് 2025 എന്ന പേരിൽ മേഖലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രവേശനോത്സവ പരിപാടികളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുന്നംകുളം നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് TA പ്രേമരാജ്, പ്രിൻസിപ്പാൾ VB ശ്യാം, ഹെഡ്മിസ്ട്രസ് KK മഞ്ജുള, അധ്യാപകരായ മീന ജോർജ്, ചൈതന്യ C, NSS പ്രോഗ്രാം ഓഫീസർ ശ്രീജ ശശിധരൻ, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് റജുല അബ്ദുൾ വഹാബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, SMC ചെയർമാൻ ശങ്കരൻ നാരായണൻ, MPTA പ്രസിഡന്റ് സുനിത അജി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത സ്വാഗതവും ഹെഡ്മിസ്ട്രസ് ഷേർലി നന്ദിയും പറഞ്ഞു. തുടർന്ന് പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷീബ രാജേഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് മെമ്പർ MK ജോസ്, പ്രിൻസിപ്പൽ ഷീബ ജോസ്, സ്റ്റാഫ് സെക്രട്ടറി സിൻഡ, PTA വൈസ് പ്രസിഡന്റ് TK ശിവൻ, SMC ചെയർമാൻ VS ശ്രീജൻ, വിദ്യാർത്ഥി പ്രതിനിധി ക്രിസ് മരിയ, അധ്യാപകൻ വർഗീസ് എന്നിവർ സംസാരിച്ചു.
വെൺമേനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീനയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ +1, +2 പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ PTA പ്രസിഡന്റ് മുഹമ്മദ് സിംഗ്ല അനുമോദിച്ചു. വിജയികൾക്ക് മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി. മാനേജർ പ്രതിനിധി MK മുഹമ്മദ് മുനീർ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പാൾ ഹുസൈൻ K വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. രക്ഷകർത്താക്കൾക്കായി ഉത്തരവാദിത്വപൂർണമായ രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ മെന്റർ സുലൈമാൻ അസ്ഹരി ഓറിയന്റേഷൻ ക്ലാസ് നടത്തി. വാർഡ് മെമ്പർമാരായ സുധ K, ദ്രൗപദി, ഹെഡ്മാസ്റ്റർ C ജോയ് ചെറിയാൻ എന്നിവർ സംസാരിച്ചു. പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് NSS പ്രോഗ്രാം ഓഫീസർ നിഷ VS, സ്കൗട്ട് മാസ്റ്റർ സജീവ് ഫ്രാൻസിസ് MJ, ഗൈഡ്സ് ക്യാപ്റ്റൻ മാഗി EG എന്നിവർ വിശദീകരണം നൽകി. ബ്ലെസി വിൻസെന്റ് V സ്വാഗതവും സെബാസ്റ്റ്യൻ MJ നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഹൈമാസ് ലൈറ്റും തെരുവിളക്കും കത്താത്തതിൽ പ്രതിഷേധിച്ച് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി സമരം നടത്തി. MPയുടെയും പഞ്ചായത്ത് അധികൃതരുടെയും അനാസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി BJP മുന്നോട്ട് വരുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച എരുമപ്പെട്ടി മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി രാജേഷ് കുട്ടഞ്ചേരി പറഞ്ഞു. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, സതീശൻ ചേറ്റുട്ടി, മനീഷ് വള്ളിക്കാട്ടിരി, ഉദയൻ, വന്ദന എന്നിവർ നേതൃത്വം നൽകി. എന്ത് പ്രതിപക്ഷ ധർമ്മമാണ് ഈ പഞ്ചായത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് നാം പരിശോധിക്കണം. ആ നടത്തിയിട്ടുള്ള സമരത്തിൽ ഈ കോൺഗ്രസിന്റെ മുഴുവൻ മെമ്പർമാരും അതിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കണം. വെറും അഡ്ജസ്റ്റ്മെന്റ് ഭരണമല്ലാതെ ഒന്നും തന്നെ ഈ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നില്ല. ഇവിടെ പ്രതിപക്ഷമില്ല. പ്രതിപക്ഷത്തിന്റെ ധർമ്മം നടത്തേണ്ട ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി CPMനെ ഒത്താശ ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ഭരണം മുന്നോട്ട് പോകുന്നത്. വടക്കേക്കാട് മൂന്നാം കല്ല് അമ്പല പരിസരം മരണാനന്തര സമിതിയുടെ നേതൃത്വത്തിൽ സേനാനായകനായിരുന്ന മുല്ലമംഗലം കേശവൻ നമ്പൂതിരി അനുസ്മരണം സംഘടിപ്പിച്ചു. മരണാനന്തര സമിതി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ശ്രീ പത്മനാഭപുരം മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. VA ഗോപി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു, മുല്ലമംഗലം നാരായണൻ മാസ്റ്റർ, ഫ്രാൻസിസ് വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,250 രൂപ, പവന് 74,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 121 രൂപ. ചരമം പഴഞ്ഞി അയ്നൂർ കണ്ടിരുത്തി വീട്ടിൽ മോഹനൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ഗിരിജ ഭാര്യയും അഖിൽ, അശ്വതി എന്നിവർ മക്കളുമാണ്. ഗുരുവായൂർ കോട്ടപ്പടി അമ്പലത്തു വീട്ടിൽ പണ്ടാരത്തിൽ ഹാഷിം ചാവക്കാടിന്റെ മകൻ ഫിറോസ് നിര്യാതനായി. 53 വയസ്സായിരുന്നു. ഖബറടക്കം മണത്തല പള്ളി ഖബർസ്ഥാനിൽ നടന്നു. നുസൈബ മാതാവും ഷൈനി ഭാര്യയുമാണ്. ഫിർസാൻ, ഫിറോസ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അറബിക്കടലിൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് കാലവർഷക്കാറ്റിന്റെ ശക്തി കുറയുന്നു. ഇനിയുള്ള 4 ദിവസങ്ങൾ കൂടി കാലവർഷ മഴ ഇടവേളകളോടെ തുടരും. മഴയുടെ തോത് കുറഞ്ഞെങ്കിലും കെടുതികൾ തുടരുന്നു. പുന്നയൂർ പഞ്ചായത്തിലെ 7ാം വാർഡ് അവയൂർ എടക്കര വളയം തോടിലെ വീടുകൾ വെള്ളക്കെട്ടിൽ. കുന്നംകുളത്ത് കിഴൂർ കാക്കത്തുരുത്ത് വെള്ളത്തിൽ മുങ്ങി. തിരുവത്ര കുഞ്ചേരിയിൽ വീടുകൾ വെള്ളത്തിൽ. കിഫ്ബിയുടെ ജില്ലയിലെ ആദ്യ പദ്ധതിയായ അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് കാനകൾ വൃത്തിയാക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി KRFB അധികൃതർ. കടവല്ലൂർ, കടങ്ങോട്, എരുമപ്പെട്ടി എന്നീ പഞ്ചായത്തുകൾക്കാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതലയുള്ള KRFB കത്ത് നൽകിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.